സുഹൃത്തുക്കളെ, ഞാനിന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സമൂഹത്തിൽ, അതായത് നമ്മൾ വെറും പാവമായിട്ട് ജീവിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാവമായി എല്ലായിടത്തും നമ്മൾ പാവമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോത്തേ ഉള്ളൂ. കാര്യം എല്ലാവരും നമ്മളെ ചൂഷണം ചെയ്യും. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ല. നിങ്ങൾ പ്രതികരിക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും പ്രതികരിക്കണം. നമ്മൾ എല്ലായിടത്തും പാവയായിട്ട് നിൽക്കരുത്. പാവയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും, നമ്മളെ ജോലി സ്ഥലത്ത് നമ്മൾ ചൂഷണം ചെയ്യപ്പെടും, അതുപോലെ നമ്മളെ വീട്ടിൽ നമുക്ക് ചൂഷണം ചെയ്യപ്പെടാം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എതിർത്ത് സംസാരിക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും നമ്മൾ എതിർത്ത് തന്നെ സംസാരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ ഉള്ളതല്ല. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം, എസ് പറയേണ്ടടുത്ത് എസ് തന്നെ പറയണം. അതിനുള്ള വിൽ പവർ നമ്മളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കുഞ്ഞിലെ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതികൾ വെച്ചാണ് നമ്മൾ ഓരോരോ സ്വഭാവത്തിലായി പോകുന്നത്. കാര്യം അമിതമായിട്ട് നമ്മളെ നിയന്ത്രണം, അച്ഛനമ്മമാരെ നമ്മളെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്വഭാവത്തിൽ നമ്മൾ പാവമായി പോകും. അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മളെ ലാളിത്തം കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ വെറും പാവമായി പോകും. നമ്മൾ പലയിടത്തും നമുക്ക് തോൽവി സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയണം, എസ് പറയേണ്ടടുത്ത് എസ് പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ നമുക്ക് മുന്നേറിപ്പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലായിടത്തും താന്നു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ തലയിൽ ആൾക്കാർ ചവിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് പല സംഭവങ്ങളും വരും. അതായത് താരേണ്ടടുത്ത് നമ്മൾ താരണം. അതല്ല നമ്മൾ താരേണ്ട അല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കാരണവശാലും നമ്മൾ താന്നു കൊടുക്കരുത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കമാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.